Sudhi's Cookhouse. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ മിച്ചം വരുന്ന ഇഡലി മാവ് ദോശമാവും ഒക്കെ ഉപയോഗിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ജിലേബി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി തയ്യാറാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. എപ്പോഴെങ്കിലും മാവ് മിച്ചം വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇൻസ്റ്റൻറ്റ് ജിലേബി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഇഡലി മാവാണ്. അപ്പോൾ ഇത് 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് നിറച്ച് ഇഡലി മാവാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇല്ലാത്തവർ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ റെഡ് ആണ്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജിലേബിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ നമ്മൾ പാല് വാങ്ങിക്കുന്ന കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാര സാധനം കൊണ്ടുവന്നിരിക്കുന്ന കവറോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ഒഴുകി വരുന്ന പരുവത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കിനി പഞ്ചസാര പാൻ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയ്ക്കകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര എല്ലാം ലയിച്ച് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. നൂൽപ്പരുവം ഒന്നും ആകാനായിട്ട് നമ്മൾ നിൽക്കേണ്ട. നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. എല്ലാ പഞ്ചസാരയും തന്നെ ലയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ജിലേബിയുടെ ഷേപ്പിൽ വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ജിലേബിയുടെ ഷേപ്പിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് സാവധാനത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കോരി എണ്ണയൊന്ന് തോർത്തിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ പഞ്ചസാര ലായനിക്ക് ചെറു ചൂടുണ്ടായിരിക്കണം. ഈ എണ്ണയൊന്ന് മാറ്റിയിട്ട് നമ്മൾ നേരെ ചൂടോടുകൂടി തന്നെ പഞ്ചസാര ലായനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മുടെ പഞ്ചസാര ലായനിയൊക്കെ നമ്മുടെ ഈ ജിലേബിക്കുള്ളിലേക്ക് കയറുന്ന രീതിയിലേക്ക് ഇട്ട് കൊടുക്കുക. ജിലേബി പഞ്ചസാര ലൈനിൽ മുങ്ങി കിടക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര ലൈനിക്ക് ചെറു ചൂട് വേണം. ചൂടില്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പം ഞാൻ എല്ലാ ജിലേബി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പഞ്ചസാര ലൈനിലിട്ട് നല്ലതായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ണിന് ഭയങ്കര നല്ലൊരു രസത്തിലാണ് നമുക്ക് ജിലേബി കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയ ജിലേബിയാണെന്നൊന്നും ആരും പറയത്തില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലുമൊക്കെ മാവ് അധികം വരുമ്പോഴത്തേക്ക് കളയാതെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.